സാങ്കേതിക പിഴവ് കൊണ്ടാണ് സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റ സൈബർ പോലീസിനെ അറിയിച്ചുവെന്ന പ്രചാരണം തെറ്റ്. സർക്കാരിനെതിരായ വാർത്തകളുടെയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ വാർത്തകളുടെയും കാർഡുകൾ മെറ്റ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു. കൈരളിയുടെ 30ഓളം കാർഡുകളാണ് ഇതുവരെ മെറ്റ നീക്കം ചെയ്തത്. സാങ്കേതിക പിഴവ് കൊണ്ടാണ് സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്ന് മെറ്റ അറിയിച്ചു എന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞു. സർക്കാരിനെതിരായ വാർത്തകളുടെയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ വാർത്തകളുടെയും കാർഡുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെറ്റ നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു. കൈരളിയുടെ തന്നെ 30ഓളം കാർഡുകളാണ് ഇത്തരത്തിൽ ഇതുവരെ നീക്കം ചെയ്യപ്പെട്ടത്. സാങ്കേതിക പിഴവ് മൂലമാണ് ഇത്തരത്തിൽ വാർത്താ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടതെന്ന വാദം വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. വാർത്തകൾ നീക്കം ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മെറ്റയിൽ തനിക്ക് യാതൊരു സ്വാധീനവുമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു മെറ്റയുടെ AI സാങ്കേതിക പിഴവാണ് ഇത്തരത്തിൽ വാർത്തകൾ നീക്കം ചെയ്യാൻ കാരണമെന്ന പ്രചാരണം വലതുപക്ഷ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. സൈബർ പോലീസിനയച്ച ഇമെയിലിൽ സാങ്കേതിക പിഴവാണെന്ന് മെറ്റ അറിയിച്ചു എന്നതായിരുന്നു പ്രചാരണം. എന്നാൽ ഇത്തരത്തിൽ മെറ്റ അയച്ച മെയിലിന്റെ കോപ്പിയോ മറ്റു വിവരങ്ങളോ പുറത്തുവിടുകയും ചെയ്തിരുന്നില്ല. ഇപ്പോൾ മെറ്റയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൃത്യമായ ലീഗൽ റിക്വയർമെന്റിനെ തുടർന്നാണ് വാർത്തകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നമല്ലെന്നും മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഇടപെടലുകളാണ് വാർത്ത പിൻവലിച്ചതെന്നും മെറ്റ പുതിയ മെയിലിലൂടെ വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രിയുടെ വാദങ്ങളും പൊളിയുകയാണ്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പാത തന്നെ പിന്തുടരുകയാണ് കേരളത്തിലെ UDF സർക്കാരുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.